ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളും ഈ പകലിൽ നേരുന്നു. ഈ പകലിൽ നിങ്ങൾ ശുഭമായും സന്തോഷമായും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമായ ഒരു തിരുവചനമാണ്. അതെ, ഒരു പായസത്തിന് വേണ്ടി അല്പനേരത്തെ അവൻ്റെ വിശപ്പടക്കുവാൻ വേണ്ടി അതെ ജ്യേഷ്ഠാവകാശം യേശാവ് തൻ്റെ സഹോദരന് വിൽക്കുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതെ, അല്പനേരത്തെ വിശപ്പിന് വേണ്ടി അവൻ വെറും പായസത്തിന് വേണ്ടി അവൻ്റെ അല്പനേരത്തേക്കുള്ള ആഗ്രഹം, അവൻ്റെ അല്പനേരത്തേക്കുള്ള വിശപ്പ് താങ്ങുവാൻ കഴിയാതെ അദ്ദേഹത്തിന് ലഭിച്ച ആ ജ്യേഷ്ഠാവകാശം, അദ്ദേഹത്തിൻ്റെ അധികാരം, അദ്ദേഹത്തിൻ്റെ അവകാശം അവൻ്റെ അനിയനായ യാക്കോബിന് വിൽക്കുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ പറയുന്ന കാര്യം, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനായി തീരാതെ നമ്മളെ തന്നെ കരുതിക്കൊള്ളുവാൻ തിരുവചനം നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. യേശാവിൻ്റെ ജീവിതത്തിൽ യേശാവ് ജ്യേഷ്ഠാവകാശം വിറ്റു. അതിനുശേഷം തൻ്റെ അപ്പനായ ഇസ്ഹാക്ക് യേശാവിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, എൻ്റെ മരണസമയം അടുത്തു, എനിക്ക് ഒരു നല്ല വേട്ടയിറച്ചി ഭാഗം ചെയ്ത് തരണം എന്നാവശ്യപ്പെട്ടു. അവിടെയും തൻ്റെ അമ്മയുടെ ബുദ്ധി കൊണ്ട് യാക്കോബ് അനുഗ്രഹം തട്ടിയെടുക്കുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഭാഗം ചെയ്ത വേട്ടയിറച്ചി കൊടുത്ത യാക്കോബ് അപ്പന്റെ കയ്യിൽ നിന്ന് മുഴുവൻ അനുഗ്രഹവും വാങ്ങിച്ചതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഇതാ യേശാവ് വേട്ടയിറച്ചി ഭാഗം ചെയ്ത് അപ്പന്റെ അടുക്കൽ കൊണ്ടുവരികയാണ് അനുഗ്രഹത്തിന് വേണ്ടി. അനുഗ്രഹം പ്രാപിക്കുവാൻ നിൽക്കുന്ന യേശാവിനോട് ഇസ്ഹാക്ക് വളരെ ദുഃഖകരമായ ഒരു സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ്. നിനക്ക് നൽകേണ്ട അനുഗ്രഹം മുഴുവൻ, നീ പ്രാപിക്കേണ്ട അനുഗ്രഹം മുഴുവൻ നിന്റെ സഹോദരനായ യാക്കോബ് കൊണ്ടുപോയി, എന്നെ കബളിപ്പിച്ചു, എന്നെ ചതിച്ചു എന്ന് പറയുന്ന നമുക്കവിടെ കാണുവാൻ സാധിക്കും. അവിടെ യേശാവ് ഇസ്ഹാക്കിനോട് കിടന്ന് നിലവിളിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. നിനക്ക് തരാൻ എനിക്ക് ഒരു അനുഗ്രഹമെങ്കിലും ഇല്ലയോ? ഈ പകലിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, അല്പനേരത്തേക്കുള്ള സുഖത്തിന് വേണ്ടി, അല്പനേരത്തേക്കുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ദൈവം തന്ന അവകാശങ്ങൾ, നിങ്ങൾക്ക് ദൈവം തന്ന അധികാരങ്ങൾ നിങ്ങൾ വിൽക്കരുതേ. അതിനെ വിലയോടെ കണ്ട് ദൈവം നിങ്ങൾക്ക് തന്ന താലന്തുകളെ ഈ ദിവസങ്ങളിൽ പരിപോഷിപ്പിക്കുക, ദൈവകൃപയിൽ മുന്നേറുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. താലന്തുകളെ കുഴിച്ചിടുന്നവരായി തീരുവാനല്ല, ദൈവം തന്ന അവകാശങ്ങളെ, അധികാരങ്ങളെ കുഴിച്ചിടുന്നവരായി തീരുവാനല്ല, അതിനെ ഈ ദിവസങ്ങളിൽ ശോഭിക്കുന്നവരായി തീരുവാൻ, അതിനെ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.